ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുക. എന്നാൽ പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശിയുടെ പൊതുജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ ഇന്ന് ദിവസം വരെയുള്ള അയാളുടെ സമ്പത്തങ്ങടെ എടുത്ത് പരിശോധിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ തെളിവുകളൊക്കെ വിളിച്ചു തരാം. ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. പി കെ ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലിക്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു തരത്തിലും മുഖവിലിക്കെടുക്കുന്നില്ല, വളരെ നിസ്സാരമായി അവഗണിച്ചു തള്ളുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം. പലരും പാർട്ടി വിടുമ്പോൾ പലതരത്തിലുള്ള സിംഗിൾ ഇഷ്യൂസ് ഉണ്ടാവും, ആശയപരമായ പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ താങ്കളെ വ്യക്തിപരമായി താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിറ്റ് കച്ചവടമാണ് എന്നത്, അതിനപ്പുറം വ്യക്തിപരമായി ചിറ്റൂരിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ശശി ഉന്നയിക്കുന്നു. അതെ, എൻ്റെ പൊതുജീവിതം ഉള്ളത് ചിറ്റൂരാണല്ലോ, ചിറ്റൂർ കേന്ദ്രമാണല്ലോ. മണ്ണാർക്കാട് പോയി ശശിനിയും അന്വേഷിക്കുക, ചിറ്റൂർ വന്ന് സുരേഷ് ബാബുവിനെ അന്വേഷിക്കുക എന്ന് ഞാൻ അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്കല്ലേ അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം. നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്, നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്. അതായത് പത്രപ്രവർത്തകർ, ഞങ്ങളെ നിരന്തരം വിമർശിക്കുന്ന പത്രപ്രവർത്തകരോടാ. ഞങ്ങളുടെ ശരിതെറ്റുകളെ കൃത്യമായി പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി നന്നായി വലിപ്പത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ, കുറച്ചുകൂടി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ശശിയോടല്ല. ശശി പോട്ടെ, ശശിയിൽ ഒന്നും പറ്റാത്തൊരുത്തൻ, അതിനൊന്നും ഞാൻ മുഖവിലിക്കെടുക്കുന്നില്ല ശശിനെ. നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ പൊതുജീവിതത്തിൽ ഈ പറഞ്ഞ ആരോപണം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തരി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. നേരത്തെ സുരേഷ് ബാബുവിനെതിരെയുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹത്തിന് നടപടി നേരിട്ട് തനിക്കെതിരെ. അതെ, അങ്ങേ വളരെ വ്യക്തിപരമായി ഹീനമായി ആക്രമിക്കുന്ന തരത്തിലേക്ക് ശശി തരം താഴുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പി കെ ശശി എന്ന് പറയുന്ന ഒരാളെ നിങ്ങളാണല്ലോ ഇത്രയും വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്. അതായത് ശശിൻ്റെ തീവ്രത അളന്നത് നമ്മുടെ ബാലേട്ടനും ശ്രീമതി ടീച്ചറുമാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. ഇനി VD സതീശന് മറ്റൊന്ന് അളക്കട്ടെ, കുറേ കാലം VD സതീശന് ഇയാളുടെ തീവ്രതയൊന്ന് അളക്കട്ടെ എന്ന്. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയാ, ഇതുവരെ നിങ്ങൾ അതാണല്ലോ പറഞ്ഞത്, തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇനി VD സതീശനെ അളക്കട്ടെ. ഒറ്റപ്പാലത്ത് ശശി സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി അതുണ്ടാക്കുമോ? ഒറ്റപ്പാലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ ഏതെങ്കിലും വഴി കൂടെ പോകണവനൊക്കെ സ്ഥാനാർത്ഥിയാകണതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അല്ല, UDF വഴി കൂടെ പോണവനും അടുക്കളപ്പണിക്കാരനും ഉൾപ്പെടെ, അടുക്കളയിൽ ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പാചകക്കാരനും കൊട പിടിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുന്നു. UDF-ന്റെ ഗതികേടല്ലേ എന്നത്? UDF-ന്റെ ഗതികേടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അടുക്കളയിൽ പണിയെടുത്തവനും കൊട പിടിച്ചവനും അതുപോലെ പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും കാലാകാലമായി അനുഭവിച്ച് അതിൻ്റെ സുഖം കണ്ട് അതിൽ നിന്ന് പരമാവധി വെട്ടിപ്പ് നടത്തി, സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, അതിൽ പാർട്ടി നടപടി നേരിട്ടാൽ ആ പാർട്ടി നടപടി നേരിട്ടതിനെ തിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി തിരിച്ചു വരുന്നതിന് പകരം ഞാനിത് തുടരും, എനിക്ക് ഈ പണിയാണ് നല്ലത്, ഏത് ഈ വെട്ടിപ്പും തട്ടിപ്പുമാണ് എൻ്റെ പണി, ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണവനോടൊക്കെ എന്ത് പറയാനാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണല്ലോ ഇവരെയെല്ലാം, അതായത് CPM-നോടൊപ്പം നിൽക്കുമ്പോൾ കൊള്ളരുതാത്തവർ. ഇനിയിപ്പോൾ ഈ പറയുന്ന ഇയാൾ വലിയ മഹാനാക്കി നിങ്ങൾ മാറ്റുമല്ലോ. നിങ്ങളത് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇത്രയും പ്രശ്നമുള്ള ശശി കഴിഞ്ഞ ആഴ്ച വരെ LDF സർക്കാർ കൊടുത്ത ആവട്ടെ. അതായത് എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വീഴ്ചകളും പോരായ്മകളും വരുന്നുണ്ട്, പലവർക്കും വരാറുണ്ട്. അപ്പം അതിലെല്ലാം ഞങ്ങൾ അതാത് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ തിരുത്താനാണ്, ഒരാളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നടക്കുക. അതെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. തിരുത്താനാണ്. അങ്ങനെ തിരുത്തി വരുമെന്നുള്ള
പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശശിനെയും കണ്ടത്. ആ രൂപത്തിലാണ് ശശിനെയും കണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ശശിനെയും ആ രൂപത്തിലാണ് കണ്ടത്. പക്ഷേ ഒരാൾ നശിക്കാൻ തീരുമാനിച്ചാൽ, സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരുത്തിയോ? ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ മറ്റേ തിരുത്തില്ലല്ലോ. അതാണ് ശശിന്റെ ഇപ്പോഴത്തെ പതനം. ആയിക്കോട്ടെ, അതായത് തൊഴിലാളികളുടെ മറ്റേ ചെത്തു തൊഴിലാളികളുടെ ആനുകൂല്യം ചർച്ച ചെയ്ത് കോൺട്രാക്ടർമാരിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി ആര് വിറ്റു? കോൺട്രാക്ടർ ഉപയോഗിച്ച ഒരു ജീപ്പ് ആ ജീപ്പ് തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായി കൈമാറി. അത് ആര് ഉപയോഗിച്ചു? അത് ആരുടെ കൈവശം? അതായത് ഒരു സൈക്കിൾ പോലും സ്വന്തമില്ലാത്ത PK ശശിയായിരുന്നു പണ്ട്. പിന്നീട് ആകെ ജീപ്പിൽ ആദ്യമായി കയറിയത് ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാരം എന്നതിലേക്ക് അന്ന് കോൺട്രാക്ടറുകാരൻ കൊടുത്ത ജീപ്പാ. അതിപ്പോഴും കാണാനില്ല. കാണാമറയത്ത. ഞാൻ പറയുന്നത് പാർട്ടിക്കകത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ ഉത്തരവാദിത്തങ്ങൾ വരില്ലേ? അതുപോലെ ഒരു ഉത്തരവാദിത്തത്തിൽ അയാൾ ഒത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് ചവിട്ടാനല്ല, സ്വയം വളരാനുമല്ല, സ്വന്തമായി സമ്പത്ത് ഉണ്ടാക്കാനുമല്ല. മനസ്സിലായില്ലേ? എന്തെല്ലാം ഇവിടെ മറ്റേ അയാളെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ ശശിന്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് നിങ്ങൾ വെറുതെ എന്നോട് ചോദ്യം ചോദിക്കേണ്ടതാണ്. ആരായി ശശി? ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ഒന്ന് അയാൾ വെല്ലുവിളിച്ച് ചോദിച്ചത്. നിങ്ങൾ പത്രക്കാരെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ പ്രദേശത്തേക്ക് വരും. നിങ്ങളുടെ മറ്റേ മാധ്യമങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ടോ? ഇന്നല്ലേ പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തകർക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരുണ്ട്. എൻ്റെ വീട്ടിൽ വന്നവരുണ്ട്. അതായത് ചില ബൈ ഇലക്ഷൻ സമയത്തൊക്കെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അന്വേഷിക്കൂ. എങ്ങനെ ഈ കൺവെൻഷനിൽ എല്ലാ CPMന്റെ ആളുകളാണോ നിങ്ങൾ പോയി എന്ന് വിചാരിച്ച്? ഞങ്ങൾ പല ഘട്ടങ്ങളിലായി നടപടി സ്വീകരിച്ചത്, മനസ്സിലായില്ലേ? പല ഘട്ടങ്ങളിലായി അഴിമതിയുടെ പേരിൽ ചില വനിതകളുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ നടപടി സ്വീകരിച്ചവരാ ആ കൺവെൻഷനിൽ. പിന്നെ കുറേ പാവപ്പെട്ട ആളുകൾ വന്നതൊക്കെയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നല്ല സംഭാവന ആ കൺവെൻഷനുണ്ട്. അവർ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അലനല്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കോട്ടാപ്പാടത്ത് നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കല്ലടിക്കോട് നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഇപ്പോൾ ഒരു 3-4 അതിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ വിമത ശബ്ദം ഉയർത്തിയത്. അയാൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നു. അതായത് അയാളിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിമത ശബ്ദം ഉയർത്തിയത്. ആ വിമത ശബ്ദം ഉയർത്തിയത് ആള് അതിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയ അയാൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നല്ലോ. അയാൾ പ്രധാനപ്പെട്ട നിങ്ങളിതുവരെ പത്രക്കാർ അയാളെ കണ്ടിട്ടില്ലല്ലോ. അതിലൊന്ന് കാണാൻ പറയും. സുരേഷ് ബാബുവിനെ ഈ കാണുന്ന തരത്തിലുള്ള സുരേഷ് ബാബു ആക്കിയത് ശശിയാണ്. ശശി ചിറ്റൂരിൽ പോയി ഒരു വിശ്വനാഥൻ ഒരു സഖാവിന്റെ അവിടെ പോയി ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ഒരു പാർട്ടിയുടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സഖാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് താങ്കളുടെ പേരും പറഞ്ഞു. പക്ഷെ ഇപ്പം ആളത്ര ശരിയല്ല, പക്ഷെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് താങ്കളെ ശശി കൈപിടിച്ച് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. മാർക്സിയൻ ദർശനം എഴുതിയത് PK ശശിയാണ് പറയും കേട്ടാ. മനസ്സിലായില്ലേ? മാർക്സിയൻ ദർശനം എഴുതിയത് 1848 PK ശശിയാണെന്ന് പറയാൻ മടിയില്ലാത്തൊരുത്തനാ ശശി. ഇവന്റെയൊക്കെ വാക്കുകൾക്ക് എന്ത് വിലയാണ്. ഞാൻ പറയണത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാലോ. ഇതല്ലേ ഞാൻ അപ്പോഴും ഉത്തരം പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു തെറ്റിന്റെ ഭാഗമായി പോകുന്നു. ഒന്ന് തിരുത്തി വാ. ഞാൻ പറഞ്ഞോട്ടെ. ആ അന്വേഷണത്തിന് മുകളിൽ നടപടി ബ്രാഞ്ചിലേക്ക് നടത്തിയതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭാഗം, ആദ്യത്തെ ഒരു ഭാഗം കേട്ടോ. അതിന്റെ ഒരു നടപടിയാണ് ഈ ബ്രാഞ്ച്. അതിൽ ഒരു ഭാഗം, ബാക്കി ഞാൻ പിന്നെ പറയാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരു മര്യാദ കേടാ. മാധ്യമങ്ങൾ ഈ ചോദിച്ചതിനെ തന്നെ ചോദിച്ചു അങ്ങനെ അതായത് ഞാൻ പറഞ്ഞിരുന്നു
ഒരാൾ തെറ്റിലേക്ക് പോകുന്നു, ആ തെറ്റ് തിരുത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുക. അതാണ് CPM ചെയ്യുക. അയാളെ തിരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെ നോക്കിക്കണ്ടത്. ഇനി ഞാൻ നശിച്ചേ തീരൂ എന്ന് തോന്നിയാൽ ഇപ്പൊ അതല്ലേ സംഭവിച്ചത്, കൺവെൻഷൻ പങ്കെടുത്തത്, നശിച്ചോട്ടെ. മറ്റൊരു കാര്യം കൂടി, ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിൽ അല്ല, അതൊക്കെ ഡിവൈഎഫ്ഐക്കാരോട് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ചെറിയ ആരോപണമല്ല. നിങ്ങളാണല്ലോ ഇപ്പോൾ അത് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്. നിങ്ങളാണല്ലോ ചോദിച്ചത് മൂന്നാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു നിങ്ങളുടെ? സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനാണ്. ഇപ്പൊ അതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചത്? യൂത്ത് സെന്ററിൽ കഞ്ചാവാണെന്ന്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ശശിക്ക് ഇപ്പോ ഒരുതരം വിഭ്രാന്തിയിലാണ്. കാരണം ഇതുവരെ എല്ലാം അനുഭവിച്ച് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയല്ലോ എന്നുള്ള വിഭ്രാന്തിയിൽ പലതും പറയും. ആ വിഭ്രാന്തിക്കൊക്കെ ഞാൻ ആൻസർ പറയേണ്ട കാര്യമുണ്ടോ?